ഹലോ ഹായ്. നാട്ടിലെത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റ് പോകുന്നത് തൃശ്ശൂർ കല്യാൺ സിൽക്സിലേക്കാണ്. അപ്പോൾ ഓണമല്ലേ വരുന്നത്, അപ്പോൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോണത്. ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കൂടി ഇന്ന് ഡ്രസ്സ് കിട്ടുമല്ലോ എന്ന് കണ്ടറിയാം. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഡ്രസ്സ് ജിതിയുടെ വകയാണ്. ജിതിയാണ് സ്പോൺസർ ചെയ്യുന്നത്. ജോക്കു എന്താ പറയാനുള്ളത്? പറയാതെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ജിതി ഡ്രൈവ് ചെയ്യണു. ഇവിടെ അപ്പച്ചൻ മാളൂട്ടി. അപ്പം എല്ലാവരും കൂടി ഫസ്റ്റ് ഇത്തവണ പോകുന്നത് കല്യാണ സിൽക്സിലേക്കാണ്. അപ്പം ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ ഇവിടെ ഇപ്പം നല്ല മഴയാണ്. ഇപ്പം ഇത്തിരി മഴ കുറവുണ്ട്. എല്ലാ വർഷവും ഒരു തവണയെങ്കിലും കല്യാൺ സിൽക്സ് വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പോകുന്നത് കല്യാൺ സിൽക്സിലേക്കാണ്. ഒരുവിധ ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ വെക്കേഷൻ വന്ന സമയത്ത് ഇതുപോലെ ഡ്രസ്സ് എടുക്കാനായിട്ട് കല്യാൺ സിൽക്സിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തവണയും അതുപോലെ തന്നെ കല്യാൺ സിൽക്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്തവണ എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിതിയാണ് ഇത്തവണ ഓണത്തിന് എല്ലാവർക്കുള്ള ഡ്രസ്സ് എടുത്ത് തരുന്നത്. കൂട്ടത്തിൽ നമുക്ക് മറ്റാവശ്യങ്ങൾക്കുള്ള ഡ്രസ്സും കൂടി എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ എത്രത്തോളം എടുക്കാൻ പറ്റും ഒന്നും അറിയില്ല. കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. സൺഡേ ആണ് ഞങ്ങൾ പോയത് വൈകിട്ട്. അപ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം തിരക്കുണ്ടാവുന്നു. പ്രത്യേകിച്ച് ഓണത്തിൻ്റെ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കില്ലേ. അപ്പോൾ അതിൻ്റേതായ എല്ലാ തിരക്കുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ അമ്മയ്ക്കുള്ള സാരി എടുക്കാനായിട്ട് സാരി ഫ്ലോറിലാണ് പോയത്. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാരിയിൽ. അപ്പോൾ ഇത്രയും കളക്ഷൻസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാരീസ് തിരഞ്ഞു പിടിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഡ്രസ്സ് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് എടുക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാനും സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് എന്നെ വേണ്ടി എത്ര സമയം എടുക്കാനായാലും എത്ര എഫേർട്ട് എടുക്കാനായാലും എനിക്കൊരു മടിയില്ല കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് സാരി വേണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ ഓർമ്മയിൽ അടുത്ത കാലത്തൊന്നും ഒറ്റയ്ക്ക് പോയിട്ട് സാരി എടുത്തിട്ടില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ വല്ലപ്പോഴും ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ മാത്രമേ അമ്മ സാരി എടുത്തിട്ടുള്ളൂ. ഒത്തിരി സാരി വേണമെന്നോ ഒരുപാട് വിലയുടെ സാരി വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ അമ്മ പറയും എൻ്റെ കയ്യിലുള്ള സാരികൾ ഏതെങ്കിലും ഞാൻ യൂസ് ചെയ്തോളാം, ഇനിയിപ്പോൾ അതിന് വേണ്ടി പുതിയതൊന്നും എടുക്കണ്ടെന്നേ പറയാറുള്ളൂ. പക്ഷേ ഞങ്ങൾ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അമ്മ വരുന്നത്. കാരണം ഈ മാസം അമ്മയുടെ 60ാം പിറന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയുള്ള സാരിയാണ് നമ്മളിവിടെ നിന്ന് എടുക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ ഞാൻ ഓണത്തിൻ്റേതായ ഒരു സെറ്റ് സാരി കൂടി അമ്മയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്കുള്ള സാരിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ എനിക്കും കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് നോക്കിയത്. അപ്പോൾ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ടുള്ള ഡ്രസ്സ് നോക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത്. അപ്പോൾ അമ്മയ്ക്ക് സാരി നോക്കുന്ന കൂട്ടത്തിൽ ഒരു സാരി കണ്ടപ്പോൾ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് നല്ല മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എടുത്തോളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ മാരേജ് ഫംഗ്ഷൻ ആ സാരി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഒരു സാരിയാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ജോക്കുനും മാൾട്ടിക്കുള്ള ഡ്രസ്സ് നോക്കി. അപ്പോൾ തന്നെ ഏകദേശം സമയം നല്ലപോലെ ആയിട്ടുണ്ട്. കാരണം ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ 5 മണി ആവാറായിട്ടുണ്ടല്ലോ. പിന്നെ ഇത്രയും ഐറ്റംസ് എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം സമയമായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ പിന്നെ ജോക്കുനും മാൾട്ടിക്കുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടി. പിന്നെ അപ്പച്ചനും ജിതിക്കും സ്വതിനൊക്കെ നോക്കാനുള്ളത്. അവർക്കുള്ള ഡ്രസ്സൊക്കെ മൊത്തത്തിലൊന്ന് വേഗം ഓടിച്ച് നോക്കിയെന്നല്ലാതെ സമയമെടുത്ത് നോക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ആ നോക്കിയതിലൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ നേരം വൈകിയത് കൊണ്ട് നമ്മൾ തൽക്കാലം ഷോപ്പിംഗ് നിർത്തി പോവാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കാമെന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ സാരികളൊക്കെ ഒന്ന് വെച്ച് നോക്കി. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ എടുത്ത സാരികളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാരികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു സൗകര്യം കൂടി അവർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ കാണുന്ന പോലെ ആവില്ല പല ഡ്രസ്സുകളും നമ്മൾ വെയർ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ വെയർ ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. പിന്നെ ജോക്കുവിൻ്റെ മാളൂട്ടിയിലൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്യണതും എടുത്തതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ആ ഒരു സമയമായപ്പോഴേക്കും ജോക്കും മാളൂട്ടിയൊക്കെ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക അവർക്ക് ബോറിങ് ആയി തുടങ്ങി, വയ്യാണ്ടായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. വേഗം എടുത്ത് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച സാരികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഏതൊക്കെ സാരിയാണ് ഞാൻ എടുത്തതെന്നും എന്തിനൊക്കെ വേണ്ടിയാണ് എടുത്തതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ ചെയ്യാം. പിന്നെ ഇത്തവണ കല്യാൺ സിൽക്സിൽ പോയപ്പോൾ ഒരു സർപ്രൈസ് മൊമെൻറ്റും കൂടി ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ 14 വർഷത്തിന് ശേഷം കല്യാൺ സിൽക്സിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തു. എന്താ പറയുക, ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അത് 2012 ഞങ്ങൾ ലാസ്റ്റ് മീറ്റ് ചെയ്തത്. അതിനുശേഷം ഇത്രയും 14 വർഷക്കാലം നേരിട്ട് കണ്ടിട്ടേ ഇല്ല.
പക്ഷേ അവൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ കുട്ടികളെയും പിന്നെ എൻ്റെ അനിയനെയും ഒക്കെ കണ്ടിട്ടുള്ള പരിചയമുണ്ട്. കല്യാൺ സിൽക്സിൽ വെച്ചിട്ട് എന്നെയല്ല ഫസ്റ്റ് മീറ്റ് ചെയ്തത്, ജോക്കുനും മാൾട്ടീനും ജിതീനെയാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവരെ കണ്ടതിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അവരെ കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലായതും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ സാഹചര്യം ഉണ്ടായത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്, സംന എന്നാണ് പേര്. കണ്ണൂർക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിലും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരിക്കലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ടും വർഷങ്ങളായിട്ട് കാണാൻ സാധിക്കാതെ ഒരു പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും ഉൾപ്പെടുത്താത്തത് കുറേ കസ്റ്റമേഴ്സ് ഉള്ളൊരു ടൈമാണ്. അപ്പോൾ അവരുടെ ഒരു പ്രൈവസിയും കൂടിയും റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഒത്തിരി വീഡിയോസൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. എന്നാലും ഞാൻ പരിമിതമായ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടായാലും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് ഷോപ്പിങ്ങൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് എന്ന് കരുതി എല്ലാവർക്കും എല്ലാ ഐറ്റംസ് കിട്ടിയെന്നല്ല, ഇനിയും നമുക്ക് ഷോപ്പ് ചെയ്യാനുണ്ട്. പക്ഷേ തൽക്കാലം ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒത്തിരി ലേറ്റായി. പിന്നെ ജോക്കും മാളൂട്ടിയൊക്കെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോകാമെന്ന് കുറേ നേരെ പറഞ്ഞുകൊണ്ട് നിൽക്കണു. കൂടാതെ വിശപ്പിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ വിശക്കണമെന്നും കുറേ നേരെ പറയണം. അപ്പോൾ പിന്നെ ഞങ്ങൾ തൽക്കാലം അവസാനിപ്പിച്ചു. എനിക്കും കുട്ടികൾക്കും അമ്മയ്ക്കുള്ളതായിട്ടുണ്ട്. ഇനി അപ്പച്ചനും ജിതിക്കും സ്വത്തിനുള്ളതാണ്. അത് വേറൊരു ദിവസം വാങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അങ്ങനെ എടുത്ത ഐറ്റംസൊക്കെ ബില്ല് ചെയ്തു. അപ്പോൾ അതേ കുറേ ഓണവുമായി ബന്ധപ്പെട്ട് കുറേ കൂപ്പൺസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൂപ്പൺ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇത്തവണത്തെ ഓണം ഷോപ്പിംഗ് കല്യാൺ സിൽക്സിലെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇന്നത്തെ ഷോപ്പിങ്ങിലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ഒപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളർ കോമ്പിനേഷനിലുള്ള സാരി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ തന്നെ അതും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണിച്ച സാരികളിൽ ഇഷ്ടപ്പെട്ട സാരികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.